അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ പൂതിയുണ്ടായിട്ടും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താൽ അല്ലാഹുവിന്റെ നൂറാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളുടെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കാണാൻ കഴിയും. ആ നൂർ, ആ പ്രകാശം അല്ലാഹു തെറ്റുകാരായ ആളുകൾക്ക് നൽകുകയില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ തഹജ്ജുദ് നിസ്കാരം നാളെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്നും അതേപോലെ നന്മയുടെ കവാടമാണെന്നും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, അലാ ഉഖ്ബിറുക ബിറഅസിൽ അംരി വഉമൂദിഹി വദുർവതി സനാമിഹി. ഞാൻ നിങ്ങളോട് മുആദ് എന്നവരെ കാര്യങ്ങളുടെ ക്യാപിറ്റൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഏതൊരു വിഷയത്തിന്റെയും മൂലധനം എന്താണെന്നറിയോ? ക്യാപിറ്റൽ എന്താണ്? മൂലധനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് എന്നവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ പറഞ്ഞു തരൂ, എന്താണ് എല്ലാ വിഷയങ്ങളും സ്വീകരിക്കപ്പെടാനുള്ള മൂലധനം ഏതാണ് നബിയെ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, റഅസുൽ അംരി അൽ ഇസ്ലാം. മൂലധനം ഇസ്ലാമാണ്, ക്യാപിറ്റൽ ഇസ്ലാമാണ്. ക്യാപിറ്റലിനനുസരിച്ചിട്ടാണ് ഷെയർ കിട്ടുക, അല്ലേ? ബിസിനസ്സിൽ നമ്മൾ ഷെയർ ഇടുന്നവരുണ്ട്, പല സ്ഥലങ്ങളിലും നമ്മൾ ഷെയർ ഇടുന്നവരുണ്ട്. ജ്വല്ലറി ആയാലും ഓൺലൈൻ മാർക്കറ്റ് ആയാലും MLM ആയാലും അങ്ങനെ പല മേഖലകളിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ. ഒരാൾക്ക് 10,000 കിട്ടിയെന്നറിഞ്ഞാൽ അതേപോലെ അടുത്ത ആൾ കൊണ്ടിട്ട് 10 ലക്ഷം കൊടുക്കും, പിന്നെ അടുത്ത ആൾ 10 ലക്ഷം കൊടുക്കും. ഇങ്ങനെ മാസാമാസങ്ങളിൽ 10,000 രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഓരോ ബിസിനസ്സുകളിൽ പോയി ഷെയർ ചെയ്യുന്നവർ, ഓരോ ബിസിനസ്സിൽ പോയി മൂലധനം ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ. എന്നാൽ അത് ഹറാമാണോ ഹലാലാണോ എന്ന് പഠിക്കാൻ പോലും താല്പര്യമില്ല. അവർ പറയുന്നത്, ഓരോ മാർക്കറ്റുകാരും പറയുന്നത്, ഓരോ ബിസിനസിന്റെ ശൃംഖലകളും പറയുന്നത്, ഇതിൽ ഇന്നാലിന്ന തങ്ങളുണ്ട്, അപ്പൊ ഉറപ്പായി തങ്ങളുണ്ട്, പിന്നെന്താ നമുക്ക് പേടി? ഇന്നാലിന്ന മൊയ്ലാരുണ്ട്, മൊയ്ലാമാരുണ്ട്, പിന്നെന്താ പേടി? അങ്ങനെ മൊയ്ലാമാരുണ്ട്, തങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ബിസിനസ്സും തട്ടിപ്പ് നടത്താറുണ്ട്. പല ബിസിനസ്സുകാരും ഓൺലൈൻ മാർക്കറ്റാ, പ്രത്യേകിച്ച് ചൈൻ ബിസിനസ്സുകൾ, അവരൊക്കെ പറയുന്ന ഉസ്താദുണ്ട്, ഇന്നാലിന്ന തങ്ങന്മാരുണ്ടെന്നാ പറയാം. അപ്പൊ ഈ മൊയ്ലാമാരും തങ്ങന്മാരും വിശ്വസിച്ച് സാധാ നാടന്മാരൊക്കെ ഹറാമും ഹലാലും എന്തെന്ന് നോക്കാത്ത മൊയ്ലാമാരുണ്ടെങ്കിൽ, ഹറാമും ഹലാലും നോക്കാത്ത തങ്ങന്മാരുണ്ടെങ്കിൽ അവരെ കണ്ടിട്ട് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ കൊണ്ടുപോയി ഷെയർ ഇടുന്നത്? ഞാൻ പറയുന്നത്, ഹറാമായ സമ്പാദ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ മക്കൾ നന്നാവൂല. അല്ലാഹു നമ്മുടെ സമ്പാദ്യത്തിലുള്ള ബറക്കത്ത് എടുത്തു കളയും. അല്ലാഹു കുടുംബസമേതം നരകത്തിലേക്ക് വലിച്ചെറിയും. മൊയ്ലാമാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളും ബിസിനസ്സിൽ ഷെയർ ഇടാൻ നിൽക്കണ്ട. തട്ടിപ്പിന്റെ മൊയ്ലാമാർ ഇഷ്ടം പോലെയുണ്ട്. തങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ടും ആരും ബിസിനസ്സിൽ ഷെയർ ഇടാൻ നിൽക്കണ്ട. തട്ടിപ്പിന്റെ തങ്ങന്മാരുമുണ്ട്. അതുകൊണ്ട് തങ്ങന്മാരും മൊയ്ലാമാരും അല്ല ബിസിനസ്സിൽ ഷെയർ ഇടാനുള്ള മാനദണ്ഡം. പിന്നെ എന്താണ് ബിസിനസ്സിൽ ഷെയർ ഇടാനുള്ള മാനദണ്ഡം? അത് ഹലാലാണോ ഹറാമാണോ എന്ന് പഠിക്കലാണ്. അത് തിരിയുന്നില്ല. ബൈനഹുമാ മുസ്തബിഹാതുൻ അൽ ഹറാമു ബയ്യിനുൻ വൽ ഹലാലു ബയ്യിനുൻ. ഹറാമും അല്ലാഹു വ്യക്തമാക്കി തന്നിട്ടുണ്ട്, ഹലാലും അല്ലാഹു വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിനിടയിൽ സംശയാസ്പദമായ ചില കാര്യങ്ങളുണ്ട്. ഹറാമാണെന്നോ ഹലാലാണെന്നോ ഉറപ്പ് പറയാൻ കഴിയാത്ത ചില സംശയാസ്പദമായ കാര്യങ്ങളുണ്ട്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ സംശയാസ്പദമായ വിഷയങ്ങളിൽ സംശയം, ഇത് ഹലാലാണെന്ന് ഉറപ്പില്ല, ഹറാമാണ് ഉറപ്പില്ല, ഹറാമിന്റെ അടയാളങ്ങളുണ്ട്, ഹലാലിന്റെ അടയാളങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളിൽ നിന്ന് ഹറാമിനെ പേടിച്ചുകൊണ്ട് ആരാണോ മാറി നിൽക്കുന്നത് അവരാണ് മുത്തഖീങ്ങളെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആളുകൾ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അതുകൊണ്ട് ഹലാലും ഹറാമും കൺഫ്യൂസ്ഡ് ആയ വിഷയങ്ങളിൽ പോയി സാമ്പത്തികമായി നമ്മുടെ ക്യാപിറ്റൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. ആ കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് മക്കളെ പോറ്റിയാൽ, ആ വരുമാനം കൊണ്ട് നമ്മുടെ വീടെടുത്താൽ, ആ വരുമാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉപാധികൾ, ജീവിതോപാധികൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസാണ് ഓർക്കേണ്ടത്, കുല്ലു ലഹ്മിൻ നബത മിൻ സഹ്സിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് വളർന്ന, ഹറാമ് തിന്ന് ജീവിച്ച എല്ലാവരും നേരെ പോകേണ്ടത് നരകത്തിലേക്കാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നമ്മുടെ നാട്ടിലേക്ക് എത്ര തട്ടിപ്പ്, എത്ര പേരാണ് കോടികളുമായി മുങ്ങിയത്, കോടിക്കണക്കിന് സമ്പാദ്യങ്ങളുമായി മുങ്ങിപ്പോയത് എത്രയാണ്. അങ്ങനെ ഓരോ ആളുകൾ മുങ്ങുമ്പോഴാണ് ഓരോ താത്തമാര് വരുന്നത്, ഓരോ ഇഞ്ഞമാര് വരുന്നത്. പോലീസുകാരെ പോയി കേസ് കൊടുക്കാൻ, അല്ലോ 8-5 ലക്ഷം പോയിട്ടുണ്ട്.
എന്റെ 5 ലക്ഷം പോയിട്ടുണ്ട്, നിങ്ങൾ ആരാ 5 ലക്ഷം ഇടാൻ പറഞ്ഞു? ആ ഇടാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അത് പോകുമ്പോഴും ആ ധൈര്യം ഉണ്ടാവും. വെറുതെ കിട്ടുമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും പൈസ ഇടാൻ നിൽക്കണ്ട. മനസ്സിലായി? അങ്ങനെ ടീം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഹറാമും ഹലാലും നോക്കാതെ പൈസ കൊണ്ടുപോയിട്ട് പൈസ ഉണ്ടാക്കുന്നവരും ബിസിനസ് ഇടുന്നവരും തട്ടിപ്പ് നടത്തുന്നവരും പൈസ എങ്ങനെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഹറാമായാലും കുഴപ്പമില്ല, ഹലാലായാലും കുഴപ്പമില്ല, പൈസ കിട്ടിയാൽ മതി എന്ന ചിന്തയുള്ളവർ. ആ ചിന്ത തന്നെ തെറ്റാണ്, ആ ചിന്ത തന്നെ അപകടത്തിലാണ്. അതാണ് വലിയ രോഗങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തുന്നത്, മാരകമായ രോഗങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തുന്നത് ചതിയാണെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ജീവിതത്തിൽ മറ്റൊരാളെ ചതിച്ചുകൊണ്ട് സമ്പത്തുണ്ടാക്കിയാൽ, ചീറ്റ് ചെയ്ത് സമ്പത്തുണ്ടാക്കിയാൽ, അടിച്ചുമാറ്റി സമ്പത്തുണ്ടാക്കിയാൽ അതൊക്കെ ഭാവിയിൽ മാരകമായ അസുഖങ്ങളായി തിരിഞ്ഞുകുത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 1 രൂപ പോലും മറ്റൊരാളെ വഞ്ചിക്കാതെ ചതിക്കാതെ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ട ഉപദേശം. എങ്ങനെയെങ്കിലും പോയിട്ട് പൈസ ഉണ്ടാക്കി വാന്നല്ല പറയേണ്ടത്. ഹറാമായ ഒരു നയാ പൈസ പോലും എന്റെ മോനെ നീ ഉണ്ടാക്കരുത് എന്നാ പറയേണ്ടത്. ഹറാമായ 1 രൂപ പോലും എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് വീട്ടിലുള്ള ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയണം, മാതാപിതാക്കൾ മക്കളോട് പറയണം. ഏതായാലും നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റഅസുൽ മാൽ എന്ന് പറഞ്ഞാൽ മൂലധനം, ഇസ്ലാമിന്റെ നന്മകളൊക്കെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ, അല്ലാഹുവിന്റെ പാരത്രികമായ ലോകത്ത് നീ നരകത്തിലേക്ക് പോകേണ്ടവനാണോ അല്ല സ്വർഗത്തിലേക്ക് പോകേണ്ടവനാണോ എന്ന തീരുമാനം തന്നെ നടക്കുന്ന നീ മുസ്ലിമാണോ അല്ലേ എന്ന് നോക്കിയിട്ടാ. മുസ്ലിമല്ലേ പിന്നെ ചർച്ചയില്ല, മുസ്ലിമാണോ എങ്കിലും പിന്നെ അടുത്ത ചർച്ച ഉള്ളൂ. നരകത്തിലേക്ക് ആക്കണോ നിന്നെ സ്വർഗത്തിലേക്ക് ആക്കണോ എന്നുള്ള അടുത്ത ചർച്ച നീ മുസ്ലിമാണോ അല്ലേ നോക്കിയിട്ടാ. നീ മുസ്ലിമാണെങ്കിൽ തന്നെ അടുത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അലാ ഉഖ്ബിറുക ബിമലാകി ദാലിക കുല്ലിഹി. ഇനി മുസ്ലിമായാൽ നീ സ്വർഗത്തിലെത്തണോ നരകത്തിലെത്തണോ എന്ന് തീരുമാനിക്കുന്നത് എന്താ? നിന്റെ നോമ്പല്ല, നിന്റെ നിസ്കാരമല്ല, നിന്റെ ഹജ്ജല്ല, നിന്റെ സക്കാത്തല്ല, നിന്റെ ഖുർആനല്ല, പിന്നെ എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, നീ മുസ്ലിമായാലാണ് നീ നരകത്തിലേക്ക് പോകണോ അല്ല സ്വർഗത്തിലേക്ക് പോകണോ എന്ന ചർച്ച തന്നെ നീ മുസ്ലിമായാലാണ്. മുസ്ലിമായാൽ അങ്ങനെ ഒരു മാനദണ്ഡം, അങ്ങനെ ഒരു അടിസ്ഥാനം നിനക്കുണ്ട്. പിന്നെ നിന്നെ ഇങ്ങനെ അല്ലാഹു നോക്കും, നീ മുസ്ലിമാണ്. ഇനി ആലോചിക്കും നീ നരകക്കാരനാണോ അല്ല സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കണോ എന്ന് മുസ്ലിമായാൽ പിന്നെ തീരുമാനിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നാവ് പിടിച്ചു എന്നാണ്. ഫഅഖദ ബിലിസാനി, നാവ് പിടിച്ചു, നാവ് പിടിച്ചു. ഫഅഖദ ബിലിസാനി, ഇങ്ങനെ പിടിച്ചിട്ട് മുആദിനോട് പറഞ്ഞു, ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചിട്ട് മുആദിനോട് പറഞ്ഞു, മുആദേ കുഫ അലൈക ഹാദി. ഇതാണ് മുസ്ലിമായാൽ പിന്നെ നിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. മുസ്ലിമായാൽ പിന്നെ നിന്റെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നത് ഇതാണ്. നീ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും ഇത് സൂക്ഷിച്ചില്ലേ നരകത്തിലെ. സുജൂദിൽ ഒരു ദിവസം 24 മണിക്കൂറിൽ 12 മണിക്കൂർ നീ കിടന്നു, സുജൂദിൽ കിടന്നു. നാവ് സൂക്ഷിച്ചില്ലേ നീ നരകത്തിലെ. നീ നിസ്കരിച്ചിട്ടൊന്നുമില്ല, തട്ടിമുട്ടി നിസ്കരിച്ചാണ്, പക്ഷെ നാവ് സൂക്ഷിച്ചോ സ്വർഗത്തിലെ. അതാണ് നിന്റെ ഇബാദത്തല്ല നിന്നെ സ്വർഗത്തിലേക്ക് ആക്കണോ അല്ല നരകത്തിലേക്ക് ആക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഇബാദത്തല്ല, നിന്റെ നാവാണ്. നാട്ടിലുള്ള ചില വയസ്സന്മാരായ ഹാജിമാരുണ്ട്, ചില വയസ്സന്മാരായ രക്ഷിതാക്കളുണ്ട്, ചില വയസ്സായ വയോധികരായ പള്ളിയിലൊക്കെ കൃത്യമായി നിസ്കരിക്കാൻ വരുന്ന വയസ്സന്മാരുണ്ട്. അവരോടൊക്കെയാ ഞാൻ പറയുന്നത്, നമ്മൾ നാളെ സ്വർഗത്തിലെത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ പള്ളിക്ക് വന്നോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല. നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വരാതെ ഇരുന്നിട്ട് നിങ്ങളുടെ നാവിനെ എത്രത്തോളം നിങ്ങൾ സൂക്ഷിച്ചു എന്ന് നോക്കിയിട്ടാണ്. പള്ളിയിൽ വന്നാൽ മൊയ്യാമാരെ കുറവ് നോക്കണം നിങ്ങൾക്ക്. പള്ളിയിൽ വന്നാൽ ഉസ്താദുമാരുടെ, മുക്രിക്കമാരുടെ, ഖത്തീബുമാരുടെ, മുഅദ്ദിനുമാരുടെ, മദ്രസയുടെ കുട്ടികളുടെ ഓരോ ആളുകളുടെ കുറവും കുറ്റവും നോക്കി നിങ്ങൾക്ക് ചർച്ച ചെയ്യണം, നിങ്ങൾക്ക് സംസാരിക്കണം, കുറവ് പറയണം, ഗീബത്ത് പറയണം, നമീമത്ത് പറയണം, ഫിത്ന പറയണം. പള്ളിയിൽ വന്നാൽ എന്താണ് മുക്രിക്ക ചെയ്യുന്നത്? മുക്രിക്ക ചൊറിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. മുക്രിക്ക ചൊറിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ? നിങ്ങൾ ചൊറിഞ്ഞില്ല പോരെ? ഇത് നോക്കാനായിട്ട് കുറച്ച് വയസ്സന്മാർ എല്ലാ നാട്ടിലുണ്ട്. മുക്രിക്ക ചൊറിയുന്നുണ്ടോ നോക്കാൻ, ഖതീബ് ചൊറിയുന്നുണ്ടോ നോക്കാൻ. നിങ്ങളത് നോക്കണ്ട, നിങ്ങൾക്ക് ചൊറിയാൻ പിടിച്ചാൽ ചൊറിഞ്ഞാൽ മതി. നിങ്ങൾ മറ്റുള്ളവർ ചൊറിയുന്നുണ്ടോ നോക്കണ്ട.
ഇതിനു വേണ്ടി മാത്രം എല്ലാ നാട്ടിലുണ്ട് കുറച്ച് ടീം. വയസ്സന്മാർ അതിന് മുൻപന്തിയിൽ. ഫിത്നയുടെ ഹെഡ് ഓഫീസാണ്, ഫിത്നയുടെ ആഫീസ് വയസ്സന്മാരുടെ കൂട്ടിയിരിക്കുന്ന സ്ഥലമാണ് ഫിത്നയുടെ ആഫീസ്. ഇവരിങ്ങനെ പള്ളിക്ക് കൃത്യമായിട്ട് പോകും, ഒരു ജമാഅത്തും പെടൂല. പക്ഷേ അല്ലാഹു നാളെ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകണോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ എന്ന് തീരുമാനിക്കുന്നത് ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ പള്ളിക്ക് പോയോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല. നിങ്ങൾ പള്ളിക്ക് പോയാലും ഇല്ലേലും നിങ്ങൾ നാളെ സ്വർഗത്തിലെത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ നാവിന്റെ വലുപ്പം നോക്കിയിട്ടാണ്, നാവിന്റെ മൂർച്ച നോക്കിയിട്ടാണ്. അതുകൊണ്ട് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഞാനിത് വയസ്സന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, നിങ്ങളുടെ ഭാഗത്ത് മറ്റുള്ള തെറ്റുകൾ വരാനുള്ള സാധ്യതയില്ല. മറ്റുള്ള തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തരും ചെയ്യും, എന്നാൽ ഇതൊന്നും പുറത്തരില്ല. അതിനുമ്പ് മരിച്ചു. അല്ലാഹു കാക്കട്ടെ. ഏത് തെറ്റ് ചെയ്താലും അല്ലാഹു പുറത്തു തരുമെങ്കിലും ഈ നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹു ഒരിക്കലും മാപ്പ് നൽകൂല എന്ന് മനസ്സിലാക്കിക്കോളൂ. ഒരു 60 വയസ്സുകാരനായ ഒരാൾ അയാളുടെ ബിസിനസ്സും ജോലിയൊക്കെ നിർത്തി ശിഷ്ടകാലം പള്ളിയും നാട്ടിലുള്ള പൊതുപ്രവർത്തനങ്ങളും പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് ജീവിക്കുകയാണ്. ആ ജീവിക്കുന്നതിനിടയിൽ ഒരു ജമാഅത്തും അയാൾ നഷ്ടപ്പെടുത്താറില്ല, ഒരു വാദും അയാൾ നഷ്ടപ്പെടുത്താറില്ല, ഇൽമിന്റെ സ്വലാത്തിന്റെ ഹത്താദിന്റെ മജ്ലിസുകൾ നഷ്ടപ്പെടുത്താറില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളുടെ പണി നാവ് കൊണ്ട് ഇങ്ങനെ ഫിത്ന ഉണ്ടാക്കലാണ്. പള്ളിക്ക് വന്നവരെങ്ങനെ കുറവ് പറയാ, കമ്മിറ്റിക്കാരുടെ കുറവ് നോക്കുക, ഉസ്താദുമാരുടെ കുറവ് നോക്കുക, സദർ ഉസ്താദുമാരുടെ മുഅല്ലിമീങ്ങളുടെ കുറവ് നോക്കി നടന്നിട്ട് ഇങ്ങനെ നാവ് കൊണ്ട് ഫിത്ന ഉണ്ടാക്കുന്ന ഒരു പരിപാടി. അതേപോലെ വീട്ടിലെത്തിയാൽ അയൽവാസികളുടെ കുറവ് കണ്ടുപിടിക്കുക, ഒരു കല്യാണത്തിന് പോയാൽ കല്യാണത്തിലെ ഫുഡിന്റെ കുറവ് കണ്ടുപിടിക്കുക. ഇങ്ങനെ നാവ് കൊണ്ട് നല്ല ഇബാദത്തുണ്ട്, തസ്ബീഹ് മാലയുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നാവ് സൂക്ഷിക്കാൻ മടിയുന്ന, നാവ് സൂക്ഷിക്കാൻ മടി കാണിക്കുന്ന, നാവിനെ അലക്ഷ്യമായി അഴിച്ചുവിടുന്ന ഒരുപാട് വയസ്സന്മാര്, അവരൊക്കെ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യാൻ അവർക്ക് എങ്ങനെയാണ് അവസരം ലഭിക്കുന്നത്? കാരണം ലോകത്തുള്ള ഒരാളെ പോലും അവര് വെറുതെ വിട്ടിട്ടില്ല, ഒരാളെ പോലും ചീത്ത പറയാതെ ഗീബത്ത് പറയാതെ വെറുതെ വിട്ടിട്ടില്ല. അവര് കള്ളു കുടിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, രാത്രിയൊന്ന് അല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി തൗബ ചെയ്തിരുന്നുവെങ്കിൽ അല്ലാഹു അവർക്ക് മാപ്പ് കൊടുക്കുമായിരുന്നു, അങ്ങനെ സ്വർഗത്തിലെത്താൻ അവർക്ക് കഴിയുമായിരുന്നു. എന്നാൽ ഇത് കള്ളുകുടിയല്ല. എവിടെയൊക്കെയോ ഏതൊക്കെയോ നാട്ടിലുള്ള ഉസ്താദുമാരുടെ, ഏതൊക്കെയോ നാട്ടിലുള്ള കുടുംബക്കാരുടെ കുറവും കുറ്റവും പറഞ്ഞ് അവസാനം അവരോടൊന്ന് പോയി തൗബ ചെയ്യാൻ, അവരുടെ മുമ്പിൽ പോയി മാപ്പ് ചോദിക്കാൻ കഴിയാതെ ഈ പള്ളിക്ക് വരുന്ന വലിയ ഹാജിമാരൊക്കെ മരിച്ചു പോയാൽ നാളെ നരകമല്ലാതെ പിന്നെ എന്താ നമ്മൾക്കൊക്കെ കിട്ടുക? നരകമല്ലാതെ വേറൊരു പ്രതിഫലം അവിടെ കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. കിട്ടൂല എന്ന് പറഞ്ഞാൽ കിട്ടൂല എന്നില്ല. നിങ്ങൾ മാത്രമല്ല, അത് ഞാനായാലും എനിക്കും കിട്ടൂല. ഞാൻ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, അത് ഞാനായി എനിക്കും കിട്ടൂല. എന്റെ ഒക്കെ അവസ്ഥ തന്നെയാണ്. ഞാനിങ്ങനെ വാദം പറഞ്ഞ് എന്റെ നാവ് കൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ഫിത്നയും ഗീബത്തും പറഞ്ഞു നടന്ന എന്റെ കഥ അങ്ങനെയാണ്. സുജൂദിൽ 24 മണിക്കൂർ കിടന്നാലും ഞാൻ രക്ഷപ്പെടൂല. അതുകൊണ്ടാണ് പലരും അപകടത്തിൽ ചാടുന്നത്. യൗവനത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ തൗബ ചെയ്തിട്ട് പൊരുത്തപ്പെടിച്ചിട്ടുണ്ടാവും. യൗവനത്തിൽ ചെയ്ത തെറ്റുകൾ, ഈ വയസ്സം കാലത്ത് ചെയ്ത ഈ നാവ് കൊണ്ട് ചെയ്ത തെറ്റുകൾ എങ്ങനെ നിങ്ങൾ പൊരുത്തപ്പെടിക്കും? നിങ്ങൾ പറയണം, എങ്ങനെയാണ് നിങ്ങൾ പൊരുത്തപ്പെടിക്കുക? നിങ്ങളുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ. അതുകൊണ്ട് പള്ളിക്ക് വന്നാൽ കൂടുതൽ സംസാരമൊന്നും വേണ്ട, കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. സംസാരിക്കുകയാണെങ്കിൽ നല്ലത് സംസാരിക്കുക. ആരാന്റെ ഫിത്നയ്ക്ക് വേണ്ടിയിട്ട് നാവ് തുറക്കണ്ട. തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് പള്ളിക്ക് വന്നോളൂ. വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ച് വന്ന ഒന്നുകൂടി ഉപകാരമായി. വുളു എടുത്തിട്ട് വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചിട്ട് ജമാഅത്തിന്റെ 2 മിനിറ്റ് മുമ്പ് പള്ളിക്കെത്തി തഹിയ്യത്ത് നിസ്കരിച്ച് ജമാഅത്തിൽ പങ്കെടുത്ത് സലാം വിട്ട് ദുആ കഴിഞ്ഞിട്ട് വേഗം വീട്ടിൽ പോയിട്ട് സുന്നത്ത് നിസ്കരിച്ച് അങ്ങനെ ജീവിച്ച രക്ഷപ്പെട്ടു. ഇനി പള്ളിയിൽ വന്നിട്ട് ഇത്തിക്കാഫിരിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ആരാന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകണ്ട. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇത് എനിക്ക് ആരോടും വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, നമ്മളൊക്കെ നാളെ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയോടുകൂടി പറയാണ്. എല്ലാ പള്ളിയിലുമുള്ള പള്ളിക്ക് വരുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. ബഹുഭൂരിഭാഗം പള്ളിക്ക് വരുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. പള്ളിക്ക് വരാൻ വേണ്ടി ഉസ്താദ് കുറെ വേദന പള്ളിക്ക് വരാൻ തുടങ്ങി. പള്ളിക്ക് വരാൻ തുടങ്ങി ഉസ്താദ് തന്നെ ബുദ്ധിമുട്ടായി പോയി. കാരണം ഉസ്താദിനെ ചൊറിയാൻ പോലും കഴിയുന്നില്ല. അതേ പ്രശ്നം. പള്ളിക്ക് വന്നിട്ട് ഫിത്നയാണ്. പിന്നെ പള്ളിക്ക് വന്നാൽ അതിനെക്കാളും ഉസ്താദ് പിന്നെ പള്ളിക്ക് വരാതിരിക്കലായിരുന്നു നല്ലതെന്നാ വിചാരിക്കുക.
അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവ് നോക്കി നടക്കാതെ, മറ്റുള്ളവരുടെ കുറവുകളിൽ കണ്ണുവെക്കാതെ, എന്റെ കുറവുകൾ കണ്ട്, സ്വന്തം കുറവുകൾ കണ്ട് നമ്മൾ പള്ളിക്ക് വന്നാൽ നിസ്കരിച്ചു തിരിച്ചു പോകുന്നു, സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക, മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക. രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. വയസ്സന്മാരായ ആളുകളോട് പ്രത്യേകിച്ച് കല്യാണം മുടക്കുന്ന ആളുകൾ വരെയുണ്ട്. പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഈ വയസ്സാം കാലത്തെങ്കിലും അള്ളാഹുവിനോർത്ത് തൗബ ചെയ്ത് നടക്കേണ്ടതിന് പകരം ഈ വയസ്സാം കാലത്ത് കൂടിയിരുന്നിട്ട് കല്യാണം മുടക്കുന്ന വൃദ്ധന്മാരായ ആളുകൾ, ഇവരെ കുറിച്ച് എന്താ നമ്മൾക്ക് പറയാനുള്ളത്? എന്താ നമ്മൾ പറയാ? മരിക്കാൻ കിടന്നിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലെങ്കിൽ പിന്നെ എന്ത് വാദ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? താടി രോമങ്ങൾ നിരക്കുക എന്നുള്ളത് മരിക്കാനായി എന്നതിന്റെ അടയാളമാണ്. ഈ താടി രോമങ്ങൾ ഒരു വാദാണ്. താടിയും മുടിയും നരബാധിക്കുന്നത് മരിക്കാനായി എന്നതിന്റെ സൂചനയാണ്. ഈ താടി രോമങ്ങളെല്ലാം നരബാധിച്ച് ഇങ്ങനൊരു വാദ നമ്മോട് നിരന്തരമായി പറയാണ്. കണ്ണാടി നോക്കുമ്പോ പറയുന്നത് മനുഷ്യ നീ മരിക്കാനായി എന്നാണ്. മനുഷ്യ നീ മരിക്കാനായി എന്നാണ് കണ്ണാടി നോക്കുമ്പോ നമ്മോട് കണ്ണാടി തിരിച്ചു പറയുന്നത്. എന്നിട്ടും ബോധമില്ലെങ്കിൽ പിന്നെ എന്ത് വാദ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്? അതുകൊണ്ട് കല്യാണം മുടക്കുന്ന ആളുകളൊക്കെ പല നാട്ടിലുമുണ്ട്. എന്താ അവർക്ക് അതുകൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? വൈകുന്നേരമാകുമ്പോ 5 കല്യാണം വലിയ റാഹത്തായി. ഇന്ന് ഞാൻ 5 കല്യാണം പഠിക്കും, സന്തോഷമായിട്ടൊന്ന് കിടന്നുറങ്ങും. ഇവിടെ നിങ്ങൾ കിടന്നുറങ്ങിയാലും ഖബറിൽ 1 മിനിറ്റ് കിടന്നുറങ്ങാൻ കഴിയൂല എന്ന് മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഇപ്പൊ കിടന്നാൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കിടന്നാൽ 10-15 കിടക്കുള്ളൂ. എന്നാൽ ഖബറിൽ സ്ഥിരമായിട്ട് കിടക്കാൻ, ഖബറിൽ കുറെ കാലം കിടക്കാനുണ്ട്. 1 മിനിറ്റ് പോലും സ്വസ്ഥമായി കിടക്കാൻ കഴിയൂല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നിർത്താൻ വേണ്ടിട്ട് പറയാൻ. നിങ്ങളൊക്കെ ഈ ഫിത്നന്റെ ആള്, കല്യാണം മുടക്കുന്ന ആളൊന്നും എനിക്ക് അഭിപ്രായമില്ല. പറയുമ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അതേപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ ഞാൻ കാണാനിടയായത് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ. സത്യത്തിൽ പെണ്ണുങ്ങളാണ് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്തേണ്ടത്. പെണ്ണുങ്ങൾ സ്വർഗത്തിലെത്താൻ വളരെ എളുപ്പമുള്ള വിഭാഗമാണ്. പക്ഷേ അവരാണ് ഏറ്റവും കൂടുതൽ നാളെ നരകത്തിൽ കിടക്കുക എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ ഫിത്നയുടെ ഏറ്റവും കൂടുതൽ ഫിത്നകൾ സംഭവിക്കുന്നത് സഹോദരിമാരുടെ ഭാഗത്ത് നിന്നാണ്. 4-5 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അതൊരു കല്യാണത്തിനാണെങ്കിലും ശരി, ഇനി ഇഫ്താർ മീറ്റ് ആണെങ്കിലും ശരി, നോമ്പ് തുറയാണെങ്കിലും ശരി, 4-5 സഹോദരിമാർ ഒരുമിച്ച് കൂടിയാൽ മറ്റുള്ളവരുടെ ഫിത്നയല്ലാതെ അവരുടെ വായിൽ നിന്ന് വരികയില്ല. ഇനി എന്ത് ഇബാദത്ത് ചെയ്താലും, നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും ഈ നാവ് അപകടമാണ്. ഇത് സൂക്ഷിക്കാതെ രക്ഷപ്പെടാൻ കഴിയൂല എന്നാണ് നബി തങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ നന്മ നോക്കണോ വേണ്ടേ തീരുമാനിക്കുക നിങ്ങൾ മുസ്ലിമാണോ അല്ലേ നോക്കിയിട്ടാണ്. മുസ്ലിമാണ്, അപ്പൊ നന്മ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഈ നന്മ പരിശോധിച്ചു നോക്കിയിട്ട് നിങ്ങൾ സ്വർഗത്തിലെത്തണോ അല്ലേ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് എന്താ? നാവ് സൂക്ഷിച്ചിട്ടില്ല, പക്ഷെ ദിവസവും 1000 സ്വലാത്തിലിട്ടുണ്ട്, നോ രക്ഷ. ദിവസവും 1000 ഇസ്തിഗ്ഫാർ ഇട്ടിട്ടുണ്ട്, രാവിലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, നാവ് സൂക്ഷിച്ചിട്ടില്ല, നോ രക്ഷ. ഒരു രക്ഷയില്ല, ഒരു പ്രതീക്ഷയില്ല. നരകം ഉറപ്പാണ്. അത് നിങ്ങൾ വിചാരിക്കേ വേണ്ട. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് ചിലപ്പോ നിസ്സാരമായിട്ട് തോന്നുകയാണെങ്കിൽ അതൊക്കെ എഴുതി വെച്ചു. നാവ് സൂക്ഷിക്കാത്ത വിഭാഗമാണെങ്കിൽ സ്വർഗത്തിന്റെ 7 ആലത്തെത്തൂല എന്ന് ഓർമ്മിച്ചു. എത്ര വലിയ ആലിമാണെങ്കിലും ആബിദാണെങ്കിലും തങ്ങന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും നാവ് സൂക്ഷിക്കാത്ത വിഭാഗമാണെങ്കിൽ നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയും. സ്വർഗത്തിന്റെ 7 ആലത്തെത്തൂല. പിന്നെ എന്തിനാ ഈ കഷ്ടപ്പാട്? പിന്നെ എന്തിനാ ഈ നിസ്കാരം? നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയുമെങ്കിൽ പിന്നെ നാവ് സൂക്ഷിക്കാതെ കുറെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അതിനെക്കാളും നല്ലത് ഇങ്ങനെ തെമ്മാടിയായിട്ട് നടക്കാനല്ലേ. ദുനിയാവിന് സുഖം കിട്ടും, ആഖിറത്ത് എന്തായാലും കിട്ടൂല, ദുനിയാവിന് സുഖം കിട്ടൂല. ഈ നാവ് സൂക്ഷിക്കാത്തവരോടൊക്കെ എനിക്ക് പറയേണ്ടതാണ്, ഒന്നുകിൽ നാവ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ദുനിയാവിന്റെ സുഖം കണ്ട് ആസ്വദിച്ചോളൂ. ഏതായാലും ആഖിറത്ത് കിട്ടാൻ പോകുന്നില്ല, ആഖിറത്ത് ഏതായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ദുനിയാവെങ്കിലും അടിച്ചു പൊളിച്ചു. അത്രേ പറയാനുള്ള ആളുകൾ. കാരണം എന്താ? ഏത് തമ്മാടിത്തരങ്ങൾ അല്ലാഹു പുറത്തരൂലേ? നാവ് കൊണ്ട് ചെയ്ത് അല്ലാഹു പുറത്തരുവോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നാവ് കൊണ്ട് ചെയ്തത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുകയോ തിരിഞ്ഞു നോക്കുകയോ ഇല്ല. ഏതുവരെ ആരെ കുറിച്ചാണോ നമ്മൾ സംസാരിച്ചത് അവരെ മാപ്പ് തരാതെ അല്ലാഹു മാപ്പ് തരൂല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട്
അതുകൊണ്ട് ഇപ്പൊ എന്താ പരിഹാരം? ഒന്നുമില്ല. നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണും ചുമ്മി അങ്ങോട്ട് കണ്ണും ചുമ്മി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴും അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിത്നയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ ഞാൻ എല്ലാം പുറത്തു കൊടുത്തിരിക്കുകയാണ്, നാളെ ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കരുത് റബ്ബേ എന്ന് ദുആ ചെയ്തിട്ട് ലോകത്തുള്ള എല്ലാവരും കിടന്നുറങ്ങിയ എല്ലാവരും രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആരും രക്ഷപ്പെട്ടു? ഞാനടക്കമുള്ള എല്ലാ ആളുകളും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അല്ലാഹുവേ ഇന്ന് രാവിലെ മുതൽ ഈ കിടന്നുറങ്ങുന്നത് വരെ ആരൊക്കെയാണോ എന്നെ കുറിച്ച് ഫിത്നയുണ്ടാക്കിയത്, ആരൊക്കെയാണോ എന്നെ കുറിച്ചിട്ടില്ലാത്ത അപവാദങ്ങൾ ഗീബത്ത് പറഞ്ഞത്, എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തത്, അല്ലാഹുവേ അവർക്ക് നീ നാളെ ആഖിറത്തിലേക്ക് വേണ്ടി അതിന്റെ ശിക്ഷ എടുത്തു വെക്കല്ല റബ്ബേ, ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുകയാണ് റബ്ബേ. ഇത് പറയണമെങ്കിൽ വിശാലമായൊരു മനസ്കത വേണം. നമ്മളെന്താ പറയാ, മരിച്ച എന്റെ മയ്യത്ത് പോലും കാണരുത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇങ്ങനെ പറയാനുള്ള സന്മനസ് ഉണ്ടാവോ? സ്വന്തം ചേട്ടനോട് പറയും എന്റെ മയ്യത്ത് കാണണ്ട, എന്റെ വീട്ടിലേക്ക് കയറരുത്, എന്റെ പറമ്പിലേക്ക് കയറരുത്. ഇത് പറഞ്ഞു നടക്കുന്ന നമ്മൾക്ക് എങ്ങനെയാണ് പൊരുത്തം പോലും ചോദിക്കാതെ അങ്ങോട്ട് ഹോൾസെയിലായി മാപ്പ് കൊടുക്കാൻ നമ്മൾക്ക് കഴിയുന്നത്? അതാണ് വിശാല മനസ്കത, അതാണ് വിശാലമായ മനസ്കത. ആ വിശാല മനസ്കതയിലേക്ക് വരണമെങ്കിൽ രാത്രി ഞാൻ മരിക്കുമെന്നുള്ള ചിന്തയുണ്ടാവണം. ഈ രാത്രി കിടന്നുറങ്ങുന്ന ഒരാൾ ഞാൻ രാവിലെ സുബഹിക്ക് മുമ്പ് മരിച്ചാലോ എന്ന ചിന്തയുണ്ടാവണം. ദിവസവും അങ്ങനെ ഒരു ചിന്തയുള്ള ആളുകൾക്ക് വിശാലമായ മനസ്കതയുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇത് ദുആ ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും പറയണം, അല്ലാഹുവേ എന്റെ നാവിലൂടെ, എന്റെ നാവിൻ തുമ്പിലൂടെ ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, അവർക്ക് നീ അഫ്വ മഅദിറ നാളെ രക്ഷപ്പെടുത്തണേ എന്ന് നമ്മൾ ചീത്ത പറഞ്ഞ ആളുകൾ ഓർമ്മയുണ്ടെങ്കിൽ അവരോട് ഫോൺ വിളിച്ച് മാപ്പ് ചോദിക്കണം. അല്ലെങ്കിൽ വാട്സപ്പിലെങ്കിലും മെസ്സേജ് അയച്ചിട്ട് മാപ്പ് ചോദിക്കണം. അറിയുന്നുണ്ടെങ്കിൽ. അറിയാത്ത കുറെ ആളുകളുണ്ടാവും, ജീവിതത്തിൽ ഒരു തവണ കണ്ടിട്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യണം. എന്നെ കുറിച്ച് പറഞ്ഞവർക്കൊക്കെ പഠിച്ചോനെ ഞാൻ മാപ്പ്, അത് നീ നാളെ ആഖിറത്തിലേക്ക് വേണ്ടി ബാക്കി വെക്കരുത്. നമ്മളങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു 10 രൂപ തരാണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഖബറിൽ വെച്ച് കാണാൻ, നാളെ കാണാൻ, നാളെ വെക്കണ്ട, ഇന്നലത്ത് നാളെ വെച്ച് എല്ലാവരുടെ കാര്യം കഷ്ടം. നാളേക്ക് വേണ്ടി മാറ്റിവെച്ചാൽ എല്ലാവരുടെയും കാര്യം കഷ്ടമാണ്. 1 ലക്ഷം കൊടുത്തു തിരിച്ചു തരുന്നില്ല, കടം വാങ്ങി തിരിച്ചു തരുന്നില്ല. ഇപ്പൊ എത്രയോ തട്ടിപ്പിനിരയായ ആളുകൾ ഇവിടെ 100 കണക്കിനുണ്ടാവും. ഈ സദസ്സിൽ 100 കണക്കിന് ആളുകളുണ്ടാവും തട്ടിപ്പിന്, ബിസിനസ് തട്ടിപ്പിനിരയായവർ. അപ്പൊ നിങ്ങൾ പറയും ആയിക്കോട്ടെ മുങ്ങി, എനിക്കെന്തൊക്കെ ഇപ്പൊ നാളെ കാണാൻ മഷർ വെച്ച് കാണൂലെന്ന് പറയും. വേണ്ട, മഷർക്ക് വേണ്ടി ആരും ബാക്കി വെക്കണ്ട, ഇവിടെ വെച്ച് തീർത്തേക്ക്. അല്ലാഹു ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തു, ഈ നാളെ ആഖിറത്തിൽ എന്റെ പൈസാന്റെ പേര് അയാളെ ശിക്ഷിക്കല്ല. ഇതാണ് നിങ്ങളുടെ വിശാല മനസ്കത. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയോ എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. കയ്യിൽ അനുഗ്രഹം കഴിയില്ല, ഒരു ഉറുപ്പ് പോയാൻ കഴിയും. നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 5 പവൻ സ്വർണ്ണം ആരെങ്കിലും അടിച്ചു മാറ്റി എന്ന് വിചാരിച്ചു. കല്യാണത്തിന് വന്ന പഠിച്ചു മാറ്റിയാണ്, കള്ളം വന്നൊന്നുമല്ല, കല്യാണത്തിന് വന്ന പഠിച്ചു മാറ്റിയാണ്. നിങ്ങൾ എന്താ പറയാ? കുറെ കാലം തങ്ങന്മാരെ പിന്നാലെയും ഉസ്താമാരെ പിന്നാലെ പോയിട്ട് ഇതങ്ങനെ കിട്ടുമോ നോക്കും. കിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ കാണാൻ, ആഖിറത്തിൽ കാണാൻ. അങ്ങനെയല്ല പറയുന്നത്, കിട്ടൂലെന്ന് ഉറപ്പാണെന്ന് എങ്കിൽ പഠിച്ചോനെ ആ കൊണ്ടുപോയ ആൾക്ക് ഞാൻ സ്വതക്ക് കൊടുത്തു, പഠിച്ചോനെ ആഖിറത്തിൽ അയാൾ അതിന്റെ പേരിൽ ശിക്ഷിക്കരുത് എന്ന് പറയാനുള്ള വിശാല മനസ്സ് നമ്മൾക്കുണ്ടാകും. എങ്കിലും നമ്മൾ രക്ഷപ്പെടും. അതല്ലാതെ എല്ലാം നാളെ കാണാമെന്നുള്ള ചിന്തയോടെ ഇൻഷാ അല്ലാഹ് നാളെ കാണാം, ആഖിറത്തിൽ കാണാം, ഖബറിൽ കാണാം എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതേപോലെ അല്ലാഹു തീരുമാനിച്ചാലോ, നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ അല്ലാഹു നാളെ തീരുമാനിച്ചാലോ. തെറ്റ് ചെയ്യാത്ത ഒരു കുഞ്ഞു മോനുണ്ടെങ്കിൽ കൈപൊക്കി സദസ്സിൽ, ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, വേണ്ട ഇന്ന് സുബൈക്ക് ശേഷം ഈ സമയം വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരാൾ ഇല്ല. പിന്നെ എന്ത് അഹങ്കാരത്തിലാ നാളെ കാണാന്ന് പറയുന്നത്? ഇതിനൊക്കെ അല്ലാഹ് പറയാൻ, നിനക്ക് ഞാൻ നാളെ കാണിക്കാൻ പറഞ്ഞ ആരെങ്കിലും രക്ഷപ്പെടും? ഇന്നത്തെ ദിവസം ഞാൻ ചോദിച്ചു, ഇന്ന് രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ ഈ സമയം വരെ ഒരു തെറ്റും ചെയ്യാത്തവരുണ്ടെങ്കിൽ കൈപ്പൊക്കെന്ന് പറഞ്ഞിട്ട് ആളില്ല. ഇങ്ങനെ 100 കണക്കിന് തെറ്റുകൾ ദൈനംദിനം. ഞാനടക്കം, ഞാൻ നിങ്ങളെ പറയല്ലേ, ഞാനടക്കം നിങ്ങളെ കൂട്ടത്തിൽ തന്നെ, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഞാൻ, നിങ്ങളെന്ന് പറയുന്നത് എന്നോട് കൊടുത്തു.
നമ്മൾ ആരുമില്ല. പിന്നെ എന്ത് അഹങ്കാരത്തിൽ അതിനൊക്കെ നാളെ കാണാമെന്ന് പറയുന്നത്? ഈ നമ്മൾ ചെയ്യുന്ന തെറ്റിനൊക്കെ പടച്ചോ നമ്മളോട് ഇതേപോലെ ഡെയിലി പറയണം, നിനക്ക് നാളെ കാണാം, നീ നാളെ മഹ്ശറിൽ വാ എന്ന് പറഞ്ഞാൽ ആർക്കാ രക്ഷപ്പെടാൻ കഴിയാ? അതുകൊണ്ട് നാളെ കാണാമെന്നുള്ള ഡയലോഗ് ഇന്നത്തോടുകൂടി നിർത്തിവെച്ചേക്ക്. നാളെ കാണണ്ട, ഇന്നെ നിർത്തേക്ക്. മഹ്ശറിലേക്ക് വേണ്ടി ഒരാളുടെ തെറ്റും മാറ്റിവെക്കണ്ട. സമ്പത്തിൽ കോടി തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ കോടി തന്നെ അടിച്ചു മാറ്റി വിചാരിച്ചു, കോടി തന്നെ അടിച്ചു മാറ്റി പൊട്ടപ്പെട്ട് കൊടുക്കാനുള്ള വിശാല മനസ്കത ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ അത് നാളേക്ക് മാറ്റി വെക്കുന്നതിന് പകരം എന്തായാലും നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്തില്ലെങ്കിൽ അയാളെ കാര്യം കഷ്ടം. അയാള് നാളെ സ്വർഗത്തിലെത്തൂല നിങ്ങളുടെ മാപ്പ് കിട്ടുന്നത് വരെ. അതേപോലെ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവര് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും നാളെ രക്ഷപ്പെടില്ല. അതന്നെയാണ്. അതുകൊണ്ട് ആരായാലും, ഏത് ശത്രുവായാലും, ഏത് ചങ്ങാതിമാരായാലും, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എനിക്ക് പറയാനുള്ളത്, കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ തരാനുണ്ടെങ്കിലും അയാൾ തന്ന വാങ്ങിക്കൂടി. ഇനി തരാൻ ബാക്കിയുള്ളതിനെ ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് പകരം അല്ലാഹുവേ അയാൾ തിരിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ അയാളെ അതിന്റെ പേരിൽ നീ നാളെ ശിക്ഷിക്കല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാൻ, എന്ന് പ്രാർത്ഥിക്കാനുള്ള സന്മനസ് കാണിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് എന്നവരോട് പറഞ്ഞത്, മുആദ് എന്നവരെ നാളെ നരകത്തിലേക്ക് പോകണോ സ്വർഗ്ഗത്തിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്നത് എത്ര വലിയ ആബിദാണെങ്കിലും, ഔലിയാക്കന്മാരാണെങ്കിലും, സൂഫി വര്യന്മാരാണെങ്കിലും, നാളെ സ്വർഗ്ഗത്തിലേക്ക് പോകണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നാവ് നോക്കിയിട്ടാണ്. കുഫ അലൈക ഹാദാ, ഇത് ബേസ് ചെയ്തിട്ടാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നബി തങ്ങളോട് മഹാനായ മുആദ് എന്നവർ ചോദിച്ചു, വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നബിയേ നാളെ സംസാരിച്ചതിന്റെ പേരിൽ അല്ലാഹു നമ്മെ ശിക്ഷിക്കുമോ നബിയേ എന്ന് ചോദിച്ചു. സംസാരിച്ചതിന്റെ പേരിലൊക്കെ നാളെ ശിക്ഷിക്കുമോ നബിയേ? നമ്മൾ ക്ലബ്ബിൽ ഇരുന്നിട്ട് എന്തൊക്കെ വിടാറുണ്ട് അല്ലെ? പള്ളിയുടെ വരാന്തിൽ ഇരുന്നിട്ട്, ചായക്കടയിൽ ഇരുന്നിട്ട്, ചായ മക്കാൻ ഇരുന്നിട്ട്, റോഡ് സൈഡിൽ ഇരുന്നിട്ട് എന്തൊക്കെ വിടാറുണ്ട്. വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ, ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി, ഹോട്ടലിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ എന്തൊക്കെ വിടാറുണ്ട്, എന്തൊക്കെ തള്ളാറുണ്ട്. ഇതിന്റെ പേരിൽ അല്ലാഹു നാളെ ശിക്ഷിക്കും. നാളെ സംസാരിച്ചത് കാരണത്താൽ അല്ലാഹു ഞങ്ങളെ ശിക്ഷിക്കുമോ നബിയെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, സഖീലത്തുക ഉമ്മുക യാ മുആദ്, മുആദ് എന്നവരെ നിങ്ങൾക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ? നേരം വെളുത്തിട്ടില്ലേ നമ്മൾ പറയില്ലേ? സൂര്യൻ ഉദിച്ചില്ലെന്ന് കേൾക്കൂലേ? അതേപോലെ നിനക്ക് നേരം വെളുത്തിട്ടില്ലേ മുആദ്? സഖീലത്തുക ഉമ്മുക യാ മുആദ്, നീക്ക് എവിടെയാ മുആദ്? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വഹൽ യകുബ്ബുന്നാസു അലാ മനാഖിരിഹിം, നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലേക്ക് വീഴുമെങ്കിൽ ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവ് കൊണ്ട് മാത്രമായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നാവ് കൊണ്ട് മാത്രമായിരിക്കും നാളെ നരകത്തിൽ വീഴാൻ. വേറൊരു കാരണം കൊണ്ട് ആരും നരകത്തിൽ വീഴൂല. കള്ളു കുടിച്ചോന് അല്ലാഹു പുറത്തു, വ്യഭിചരിച്ചോന് അല്ലാഹു പുറത്തു. പിന്നെന്താ തെറ്റ് ചെയ്യാ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള തെറ്റുകൾ? മനുഷ്യന്മാരെ പറ്റിച്ച് നാവ് കൊണ്ട് ചതി, നാവ് കൊണ്ട് ഗീബത്ത്, അതേപോലെ മനുഷ്യനുമായി ഇടപെടുന്ന വിഷയങ്ങൾ കാരണത്താലല്ലാതെ അല്ലാഹു തആല നാളെ ഒരാളെയും നരകത്തിലേക്ക് വലിച്ചെറിയൂല. അപ്പൊ നമ്മുടെ മനുഷ്യനുമായിട്ടുള്ള സമ്പർക്കം ഓക്കെയാണെങ്കിൽ അല്ലാഹു നമ്മെ ഏറ്റെടുക്കും. മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നന്നാക്കേണ്ടത്. അല്ലാഹു നമ്മളും തമ്മിലുള്ള ബന്ധം കുറച്ച് മോശമായാലും കുഴപ്പമൊന്നുമില്ല, മോശമാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത് കുറച്ച് മോശമായാലും മനുഷ്യരും തമ്മിലുള്ള ബന്ധം നന്നായാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു അതാ ഇഷ്ടം. നമ്മളിപ്പോ അല്ലാഹുക്ക് വേണ്ടി സുജൂദ് ചെയ്തതുകൊണ്ട് പടച്ചോന് പ്രത്യേകമായിട്ട് പദവി കൂടാനൊന്നുമില്ല, അള്ളാന്റെ സ്ഥാനം കൂടാനൊന്നുമില്ല, അള്ളാഹ്ക്ക് റാങ്ക് കൂടാനൊന്നുമില്ല. നമ്മൾ സുജൂദ് ചെയ്തു, നമ്മളിങ്ങനെ ഖുർആൻ ഓതിയതുകൊണ്ട് പടച്ചോനൊന്നും കിട്ടാനില്ല. അത് പടച്ചോൻ നമ്മളൊരു ശുക്രിന് വേണ്ടി ചെയ്യുന്നതാണ്. നേരെ മറിച്ച് മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകൾ നമ്മൾ നന്നാക്കുമ്പോൾ അള്ളാഹു അത് വലിയ ഇഷ്ടമാണ്. കാരണം അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയോട് ബഹുമാനത്തോടു കൂടി പെരുമാറുമ്പോൾ പടച്ചോന് അത് വലിയ ഇഷ്ടമാണ്. എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. കുടുംബക്കാരായാലും നാട്ടുകാരായാലും മതമേതായാലും ജാതി ഏതായാലും ഇതൊക്കെ പടച്ചോന്റെ സൃഷ്ടിയാണ്. മൃഗമായാലും ഇഴജന്തുക്കളായാലും ഒരു വസ്തുവിനെ പോലും വെറുതെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. കടിക്കുന്ന പാമ്പുകൾ, വിഷമുള്ള പാമ്പുകൾ, കടിക്കുന്ന നായകൾ,
നമ്മൾക്ക് ദേഹോപദ്രവം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഹിംസ്ര ജന്തുക്കളെ മാത്രമേ നമ്മൾക്ക് വധിക്കാനും വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാനും അള്ളാഹു സമ്മതം തന്നിട്ടുള്ളൂ. അതല്ലാതെ ഒരു നായ കാണുമ്പോ കല്ലെറിയാൻ പോലും പാടില്ല. നമ്മൾ നായ കാണുമ്പോ നല്ലതല്ല. നമ്മെ ദ്രോഹിക്കാത്ത ഒരു വസ്തുവിനെ പോലും നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ദ്രോഹിക്കോ എങ്കിൽ നമ്മൾക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാം. പാമ്പ്, വിഷമുള്ളൊരു പാമ്പ് വീട്ടിലുണ്ടെങ്കിൽ അടിച്ചു കൊല്ലുന്നു. എന്തിനു വേണ്ടി അടിച്ചു കൊല്ലാൻ? കാരണം ഈ പാമ്പ് നമ്മുടെ മക്കളെ അടിച്ചാൽ പിന്നെ മരിക്കും. അതുകൊണ്ട് അവരെ അടിച്ചു കൊല്ലും. തേള്, ചിലന്തികൾ, ഇഴജന്തുക്കൾ, ഇതൊക്കെ വിഷങ്ങളുള്ളതാണ്. ഇത് കടിച്ചാൽ മാരകമായ വിഷങ്ങളുള്ളത് കൊണ്ട് മരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അവയെ നിങ്ങൾ എന്ത് ചെയ്തോളൂ? നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു വസ്തുവിനെ പോലും നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല. ഇനി പാമ്പിനെ തേടിപ്പിടിച്ച് കാട്ടിൽ പോയിട്ട് കൊല്ലുന്നത് ശിക്ഷാർഹമാണ്. അല്ലാഹു മാപ്പ് തരും. ഒരു കാട്ടിൽ പോയിട്ട് പാമ്പിനെ കൊല്ലാൻ പാടില്ല. എന്തേ? കാട് അത് പാമ്പിന് ജീവിക്കാനുള്ള സ്ഥലം. അത് നാട്ടിലേക്ക് വന്ന് വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾ ശിക്ഷിച്ചോളൂ. അത് നിങ്ങളുടെ ഏരിയ. നിങ്ങളുടെ ഏരിയയിൽ വന്നാൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാവും. അത്രേ ഉള്ളൂ. കടിക്കുന്ന നായ, അതിനെ തേടി പിടിച്ചിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ അതിനെ ഓടിച്ചു വിട്ടോളൂ. ഏതായാലും നമ്മൾക്ക് ശല്യമില്ലാത്ത, നമ്മെ ഉപദ്രവിക്കാത്ത ഒരാളെയും നമ്മൾ തിരിച്ചക്രമിക്കാൻ പാടില്ല. ഒരാളെ പോലും തിരിച്ചു വേദനിപ്പിക്കാൻ പാടില്ല. മൃഗമായാലും മനുഷ്യരായാലും. ഇവിടെ പറയുന്നത് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യരുമായുള്ള ഇടപാടുകൾ നന്നാക്കി മൃഗങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടികളോട് സ്നേഹത്തോടെ പെരുമാറിയാൽ ഇൻഷാ അല്ലാഹ് നാളെ രക്ഷപ്പെടും. അതല്ലാതെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളായ അല്ലാഹു ആദരിച്ച മനുഷ്യന്മാരുടെ ഫിത്നയും ഫസാദും ഉണ്ടാക്കി കല്യാണം മുടക്കി ഉള്ള മൗലിയാമാരുടെ ജോലിയെല്ലാം മുടക്കി നടക്കുന്ന പണിയാണെങ്കിൽ അതിന്റെ പേരിൽ നാളെ അപകടത്തിലായിരിക്കും. മൗലിയാമാരായാലും ആരായാലും. മൗലിയാമാരെന്ന് പറയണമെന്നില്ല, എല്ലാവരും ഉദാഹരണം പറഞ്ഞു. കാരണം നാട്ടിലെ കുറച്ച് നല്ല മനുഷ്യന്മാർ ഉദാഹരണം പറഞ്ഞു. പള്ളിക്കൊക്കെ വരുന്ന കുറച്ച് നല്ല മനുഷ്യന്മാരായിരിക്കും, അവരുദാഹരണം പറഞ്ഞു. പള്ളിക്കൊക്കെ വന്നിട്ട് നല്ല മനുഷ്യന്മാരായിട്ട് ഉള്ള ഫിത്ന കൊണ്ട് തിരിച്ചു പോണ്ട. പിന്നെ ഫിത്ന വേറെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. കുടുംബത്തിലും നാട്ടിലും ക്ലബിലും റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇതിൽ പെട്ടു. നല്ല മനുഷ്യന്മാരെ തന്നെ അപകടത്തിലാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? അതുകൊണ്ട് നല്ല മനുഷ്യന്മാരുടെ ഉദാഹരണം പറഞ്ഞു. അപ്പൊ രക്ഷപ്പെടാനുള്ള വഴി ഇതൊക്കെയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ നരകത്തിലേക്ക് അല്ലാഹു തആല ആരെങ്കിലും തിരിച്ചറിയുമെങ്കിൽ അത് അവരുടെ നാവ് കാരണത്താൽ മാത്രമായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്ന്, മിസ്കീന്മാരെ ഭക്ഷിപ്പിക്കലാണ്. എന്താ മിസ്കീന്മാരെ ഭക്ഷിപ്പിച്ചാനുള്ള ഗുണം? എന്താ? ഒരു മുതലാളി നാട്ടിലുള്ള മിസ്കീനായ ഒരാളുടെ വീട് തേടിപ്പോയി. അയാളുടെ വീട് കാണുമ്പോൾ അല്ലാഹുവിന് ഓർമ്മ വരും, അല്ലാഹുവിന് ശുക്ർ ചെയ്യും. നബിതങ്ങൾ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ യുക്തിയുണ്ടാകുമെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ വിഷയം പറഞ്ഞത് നോമ്പെടുക്കാനാണ്. നോമ്പെടുത്താൽ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയും. നന്മയുടെ കവാടങ്ങൾ നോമ്പിലാണുള്ളത്. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും പാവപ്പെട്ടവന്റെ പട്ടിണി അറിയാനും വിശക്കുന്നവന്റെ പ്രയാസം അറിയാനും നോമ്പ് കൊണ്ട് നമ്മൾക്ക് ഉപകാരമുണ്ടാകും. നോമ്പില്ലാത്ത ദിവസങ്ങളിൽ അല്ലാഹു നമ്മൾക്ക് നൽകുന്ന സുഖത്തിന്റെ വാല്യൂ തിരിച്ചറിയാൻ നോമ്പെടുക്കുന്ന ദിവസങ്ങൾ ഉപകരിക്കുമെന്നാ പറഞ്ഞത്. പിന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത് പറഞ്ഞത് രോഗികളെ സന്ദർശിക്കണമെന്നാണ്. നാട്ടിലുള്ള രോഗികളായ ആളുകൾ, കുടുംബക്കാരായാലും നാട്ടുകാരായാലും ചങ്ങാതിമാരായാലും ഏത് മതങ്ങളായാലും അവരെ സന്ദർശിക്കുന്ന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. അതുകൊണ്ട് വഅദിനേക്കാളും ഉപകാരമുള്ള ഏറ്റവും വലിയ വഅദ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയെയും കൂട്ടി ഇടയ്ക്കിടെ ഏതെങ്കിലും ക്യാൻസർ സെന്ററുകളിലേക്ക് പോകലാണ്, ഇടയ്ക്കിടെ ഡയാലിസിസ് സെന്ററുകളിലേക്ക് പോകലാണ്, RCCയിലേക്ക് പോകലാണ്, മംഗലാപുരത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ ICUവിൽ കഴിയുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക്, അല്ലെങ്കിൽ മാരകമായ രോഗം പിടിപ്പെട്ട വാർഡുകളിലുള്ള ആളുകളെ കാണാൻ പോകലാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഅദ് എന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, രക്ഷിതാക്കളോട് ഞാൻ പറയാണ്. സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ കൊണ്ട് അഹങ്കരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, കഞ്ചാവ് പോലെ, മയക്കുമരുന്ന് പോലെ, കള്ളുകുടി പോലെയുള്ള അല്ലാഹു ഹറാമാക്കിയ ഡ്രഗ് അഡിക്റ്റായി ആരെങ്കിലും മാറിയ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ ഈ വഅദിന്റെ സദസ്സിൽ ഖിയാമത്ത് നാൾ വരെ വഅദ് പറഞ്ഞാലും അവർ വഅദ് ഈ തോന്നിവാസങ്ങൾ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ ഒന്നാമത് അവർ വഅദിന് വരൂല. മനസ്സിലായി? ചില സ്ഥലത്തുണ്ടാവും വഅദിന്റെ വിഷയം കഞ്ചാവും മയക്കുമരുന്നും ലഹരിയൊക്കെ പറഞ്ഞിട്ട് വഅദിന്റെ വിഷയങ്ങൾ കൊടുക്കും ചില ആളുകൾ.
എന്നാല് ആകെ വേദന വേണ്ടി വയസ്സന്മാർ ഇവരൊന്നും കഞ്ചാവ് മയക്കുമരുന്ന് അടിക്കൂലെന്ന് ഉറപ്പാണ്. നിങ്ങളൊക്കെ എപ്പോഴും കഞ്ചാവ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നിങ്ങളോട് കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കഞ്ചാവും മയക്കുമരുന്ന് അടിക്കുന്നതിന് വേദന ഒന്നിട്ടിരിക്കും. പിന്നെ ആരുടെ വേദന അറിയേണ്ടത്? ഒന്നാമതായി അവർ വന്നിട്ട് വാദിന്റെ സദസ്സിൽ ഇരിക്കൂല. രണ്ടാമതായി വാദ കൊണ്ടൊന്നും ഈ മയക്കുമരുന്നിന് ഇതിന്റെ അഡിക്ഷനുള്ള ആളുകളെ മാറ്റാൻ നമ്മൾക്ക് കഴിയില്ല. അത്രയും സ്ട്രോങ് ആണ് ഒരു വിഷയം. പ്രണയമടക്കം ഈ പ്രണയം അതിന്റെ ഡെപ്തിലെത്തിയാൽ വാദ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഉമ്മമാര് വാദ പറഞ്ഞു കൊടുക്കുക. പ്രണയം ഡെപ്തിലെത്തി എനിക്ക് അയാളെ തന്നെ വേണമെന്ന് പറയുന്ന ഒരു പെണ്ണിനോട് ഉമ്മ കരഞ്ഞിട്ട് കാല് പിടിച്ചാൽ ഉമ്മ പോയി പണി നോക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ഡെപ്തിലെത്തിയാൽ ക്യാൻസറിനേക്കാൾ അപകടമാണ്. ക്യാൻസർ ഒക്കെ ചിലപ്പോ രക്ഷപ്പെട്ടേക്കാം. ഇതൊന്നും ഡെപ്തിലെത്തിയാൽ ഉപ്പാനും ഉമ്മാനും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. പിന്നെ അവരോട് വേദന എന്താ കാര്യം? പ്രണയമൊക്കെ വലിയ അപകടമാണ്. ഡെപ്തിലെത്തിയാൽ അതൊരു മാരകമായ രോഗം തന്നെയാണ്. അപകടമാണ് പ്രണയം എന്നുള്ളത്, മയക്കുമരുന്നുള്ളത്. ഈ കഞ്ചാവും മയക്കുമരുന്ന്, കള്ള്, ലഹരി, ഇതൊക്കെ അതിന്റെ വല്ലാതെ അഡിക്ഷൻ ഉണ്ടായാൽ, സീസർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അഡിക്ഷൻ ഉണ്ടായാൽ അതൊന്നും വാദം പറഞ്ഞ് നിർത്താൻ കഴിയില്ല. പിന്നെ ഇവരെങ്ങനെ നിർത്തേണ്ടത്? ഇതൊക്കെ നിർത്തേണ്ട വഴി എന്താണ്? പ്രണയം നിർത്താനുള്ള വഴിയുണ്ട്. ഈ ഒളിച്ചോടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ലാസ്റ്റ് കാമുകനെ ഒഴിവാക്കിയിട്ട് ജീവിതം തന്നെ നഷ്ടപ്പെട്ട ആളുകൾ താമസിക്കുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഈ പെൺകുട്ടികളെ ഒരു ദിവസം അവിടെ പാർപ്പിക്കണ്ട, നിങ്ങളുടെ കൈയും പിടിച്ച് അവരെ കൊണ്ടുപോവാ. എന്നിട്ട് അവിടെ പ്രണയിച്ചിട്ട് മാതാപിതാക്കളെ ഒഴിവാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നെ മതസ്ഥന്റെ കൂടെയും നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ കൂടെ ഒക്കെ ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഒഴിവാക്കി 1 മാസം 2 മാസം 6 മാസം 2 വർഷമൊക്കെ കൂടെ ജീവിച്ചിട്ട് ഭർത്താവിന് ആ പെണ്ണ് ഇറങ്ങിപ്പോയ കാമുകന് ഇവരുടെ സുഖം ആസ്വദിച്ചതിന് ശേഷം ഇവളെ ഏതെങ്കിലും പെരുവയിൽ ഒഴിവാക്കിയിട്ട് പോകുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അത്തരം ആളുകൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട്. ആ നല്ലോണം പ്രണയം തലക്ക് പിടിച്ച ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. മാതാപിതാക്കൾ പറഞ്ഞിട്ട് കേൾക്കാതെ പ്രണയം തലക്ക് പിടിച്ചിട്ട് കാമുകൻ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കാൻ ശ്രമിക്കുന്ന, വീട്ടിൽ നിന്ന് ഇറങ്ങി വിടാൻ ശ്രമിക്കുന്ന പെൺകുട്ടികളെയും കൊണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ പോയി ഒരു ദിവസം അവിടെ താമസിക്കാം. നന്നായിക്കോട്ടെ. അതേപോലെ തന്നെ മയക്കുമരുന്ന്, സീസർ, കഞ്ചാവ്, ലഹരി, കള്ള്, ഇതുപോലെ ഇതിന്റെ അഡിക്ഷനുള്ള ആളുകളെ നിങ്ങൾ RCCയിൽ കൊണ്ടുപോയാൽ മതി. തിരുവനന്തപുരം RCCയിലേക്ക് ഈ ആളുകളെ കൊണ്ടുപോയി ഈ ആളുകളെ മക്കളൊക്കെ കയ്യിലും പിടിച്ച് അവരോട് വേദമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരെ കൈയും പിടിച്ച് കൊണ്ടുപോകാം. സീസർ വലിച്ചിട്ട് ക്യാൻസർ വന്ന ആളുകളെ കാണിച്ചു കൊടുക്കുക. മയക്കുമരുന്ന് കൊണ്ട് ക്യാൻസർ വന്ന ആളുകളെ കാണിച്ചു കൊടുക്കുക. കള്ളു കുടിച്ചിട്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്ന ആളുകൾ, അവരുടെ രംഗങ്ങൾ, അവരുടെ വീഡിയോകൾ, അവരുടെ ഫോട്ടോകൾ, അവർ നിരങ്ങിക്കുന്ന യാതന, അവരെ ഒന്നിനെ ഒച്ചവെക്കുന്ന, അവരെ ടഹസിക്കുന്ന ആർത്തനാദം, ഇതൊക്കെ കേൾക്കുമ്പോ പഠിച്ചോനെ എനിക്ക് കള്ളും വേണ്ട കഞ്ചാവും വേണ്ടെന്ന് സുഖിച്ച് ജീവിച്ചാൽ മതി, ആരോഗ്യത്തോടെ ജീവിച്ചാൽ മതി എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. RCCയിൽ നിന്ന് ഇറങ്ങി വരും. നല്ലോണം സമ്പത്തൊക്കെ തലക്ക് പിടിച്ച് ദീനും ബോധവും ഇല്ലാതെ തെണ്ടി നടക്കുന്ന ധിക്കാരികളായ കുറച്ച് ടീമുകളുണ്ട്. അവരെ നിങ്ങൾ എന്ത് ചെയ്യാ? CH സെന്റർ ഉണ്ട്, തിരുവനന്തപുരത്ത് CH സെന്റർ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ജീവിക്കുന്ന കുറെ പ്രയാസം അനുഭവിക്കുന്ന ആൾ അവിടെ നിന്ന് പോകണമെന്നില്ല, മംഗലാപുരത്ത് പോയാൽ ഹോസ്പിറ്റലുകളിൽ കുറെ വാർഡുകളുണ്ട്. ഈ പ്രത്യേകിച്ചിട്ട് ചെലവ് കുറഞ്ഞ ഹോസ്പിറ്റൽ, വലിയ വലിയ അറിയപ്പെട്ട ഹോസ്പിറ്റൽ ഉണ്ടാവും, അഥവാ സർവീസ് ചാരിറ്റിയായി ചെയ്യുന്ന ഹോസ്പിറ്റൽ. അത്തരം ഹോസ്പിറ്റലുകളിലെ ചില വാർഡുകളുണ്ട്. ആ വാർഡുകളിൽ കൊണ്ടുപോയി 2-3 മണിക്കൂർ നേരം അവിടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ കൊണ്ട് കാണിക്കുക. അവരുടെ അട്ടഹാസം, അവരുടെ ഒച്ചപ്പാട്, അവരുടെ കരച്ചിൽ, അവരുടെ വേദന, അവരുടെ മുറിഞ്ഞ കാലുകൾ, അവരുടെ കൈകൾ, അവരുടെ വ്രണങ്ങളിൽ ഇങ്ങനെ പുഴുവരിക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു വേല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ രോഗികളെ സന്ദർശിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ വില അറിയാനാണ്. രോഗിയെ സന്ദർശിക്കുമ്പോഴാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ വില അറിയാം. ശരീരത്തില് ഞാൻ അടുത്തൊരാളെ സന്ദർശിക്കാൻ പോയി, ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ സന്ദർശിക്കാൻ പോയി. മൂക്കിലേക്ക് പൈപ്പ് ഇട്ടിട്ടുണ്ട്, തിന്നാൻ കൊടുക്കുന്നത് മൂക്കിലാണ്. മാസങ്ങളായി കിടന്ന കിടപ്പിൽ അദ്ദേഹത്തിന്റെ പിൻഭാഗത്ത് മുറി വന്നിട്ട് മുറിയിൽ നിന്നൊക്കെ ദുർഗന്ധം ഉണ്ടാവാണ്, മുറിയിൽ നിന്നൊക്കെ സ്മെല്ല് വരാണ്. എന്റെ രോഗിയായിട്ട് കിടന്നിട്ട് മാസങ്ങളായി അങ്ങോട്ടും ചെരിയാനും കഴിയില്ല, ഇങ്ങോട്ടും ചെരിയാനും കഴിയില്ല. കിടന്ന കിടപ്പിൽ ഇങ്ങനെ രോഗം വന്ന് അവിടേക്ക് വെന്ത് അസുഖമുണ്ടായി, വ്രണമുണ്ടായി, മുറിയുണ്ടായി, സംസാരിക്കാൻ കഴിയാതെ. സ്വന്തം വീട്ടുകാർക്ക് എത്ര കാലം നോക്കാൻ പറ്റും ഒരാൾ? ഇങ്ങനൊരു രോഗിയായാൽ ഒരു വീട്ടുകാർക്ക് എത്ര കാലം നോക്കാൻ പറ്റും, എത്ര കാലം സംരക്ഷിക്കാൻ പറ്റും? ഇതൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് രോഗികൾ എവിടെയെങ്കിലും കുടുംബക്കാര്, നാട്ടുകാരൊക്കെ രോഗികളാണെന്നറിഞ്ഞാൽ നിങ്ങൾ പോയി സന്ദർശിക്കുന്നതിന് പകരം നിങ്ങളുടെ നല്ല ആരോഗ്യമുള്ള മക്കളെയും, ആണായാലും പെണ്ണായാലും, അവരെയൊക്കെ കൊണ്ടുപോയി രോഗികളെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വരാൻ, ദീനീ ബോധം വരാൻ, തെമ്മാടിത്തങ്ങളും തെമ്മാടിത്തരങ്ങളൊക്കെ നിർത്തിയിട്ട്
നിർത്തിയിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഇത് ഉപകരിക്കുമെന്നാണ് ഈ മഹത്തായ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമതായി പറഞ്ഞത്, മരിച്ച മയ്യിത്തിന്റെ കൂടെ നിങ്ങൾ സന്ദർശിക്കുക, മയ്യിത്തിനെ പിന്തുടരുക. ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ അവിടെ പോവുക, അതൊരു വഅലാണ്. മരിച്ച ഒരാളെ കാണുമ്പോ അന്നെങ്കിലും എന്തുണ്ടാകും? മരണത്തെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടാകും. നാളെ ഇതേപോലെ ഞാനും കിടക്കേണ്ടി വരൂലേ, നാളെ ഇതേപോലെ ഞാനും മരിച്ചു കിടന്നാൽ ആരാ എന്നെ നോക്കുക? ഞാൻ മരിച്ചാൽ എന്റെ നന്മകൾ ചെയ്യാൻ എന്നെ സഹായിക്കാൻ ആരാ ഉള്ളത്? എന്റെ ഖബറിലേക്ക് വല്ല നന്മകളുണ്ടോ? ഇതേപോലെ ഞാനും മരിക്കൂലേ? ഇയാൾക്ക് രോഗമുണ്ടായിരുന്നോ? 30 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 28 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എനിക്കാണെങ്കിൽ 40 കഴിഞ്ഞു, ഇനി ഞാനും ഇതേപോലെ മരിക്കാമല്ലോ. ഇതുപോലെ മരിച്ച ആളുകളെ നിരന്തരമായി മരിച്ച ആളുകളുടെ വീട് സന്ദർശിച്ച് മയ്യിത്തിനെ സന്ദർശിച്ച് അവരുടെ ജനാസ പിന്തുടരുന്നത് നാളെ സ്വർഗത്തിലെത്താനുള്ള വഴിയെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് നബി തങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സദസ്സിൽ വെച്ച് ചോദിച്ചു, ഇന്നാരെങ്കിലും നോമ്പ് നോറ്റിട്ടുണ്ടോ? ഇന്നാരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? ഇന്നാരെങ്കിലും ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഇന്നാരെങ്കിലും മയ്യിത്തിനെ സന്ദർശിച്ചിട്ടുണ്ടോ? 4 എണ്ണത്തിനും കൈപ്പൊക്കൽ സിദ്ദീഖ് തങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ 4 കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ചാൽ വജബത് ലഹുൽ ജന്ന, അയാൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം നിർബന്ധമാക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ പറയാനുള്ള കാരണം ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. 4 കാര്യങ്ങളുടെ സ്വർഗ്ഗത്തിലെത്തും നിങ്ങൾ ഒരുപാട് വാദം കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ 4 കാര്യങ്ങൾ നബി തങ്ങൾ പറയാനുള്ള യുക്തി എന്താണ്? ഒന്ന്, മിസ്കീന്മാരെ ഭക്ഷണം കഴിപ്പിക്കുന്നത് കൊണ്ട് മിസ്കീന്മാരുടെ പ്രയാസം മനസ്സിലാക്കാൻ ഒരു മുതലാളിക്ക് കഴിയും, അപ്പൊ അയാൾ അഹങ്കരിക്കൂല. രോഗിയെ സന്ദർശിക്കുന്നത് കൊണ്ട് ഇതേപോലെ രോഗം വന്നാൽ എന്റെ കഷ്ടം, എന്റെ കാര്യം എന്തായിരിക്കും, ഇതുപോലെ രോഗിയായി ഞാൻ മാറിയാൽ അതേപോലെ അയാളുടെ ആരോഗ്യത്തിന്റെ വില തിരിച്ചറിയാൻ അയാൾക്ക് കഴിയും, തെറ്റുകളിൽ നിന്ന് മാറാൻ കഴിയും. അതേപോലെ നോമ്പെടുത്താൽ അയാൾക്ക് പട്ടിണിയുടെ പ്രയാസം അറിയും. അതേപോലെ തന്നെ അല്ലാഹു അയാൾക്ക് ദിവസവും നൽകുന്ന ഭക്ഷണത്തിന്റെ വിലയറിയും. കണ്ണുകളെയും ശരീരത്തെയും ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ തന്നെ മരണവും ഒരു വഅലാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുൻതു നഹൈതുകും മൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ. നിങ്ങളോട് ഞാൻ ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു, എന്നാൽ നിങ്ങൾ അത് ചെയ്തോളൂ. കാരണം ഈ ഖബർ സിയാറത്ത് കൊണ്ട് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകാൻ അത് കാരണമാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത്, ആരാണോ മരണത്തെ നന്നായി ഓർക്കുന്നത്, മരണത്തെ നന്നായി ഓർക്കുന്നവർ ആരാണ്? ഖല്ല ഹസുദുഹു വ ഖല്ല ഫറഹുഹു, അയാളുടെ അസൂയ കുറയുമെന്നാ പറഞ്ഞത്. മരണത്തെ ഓർക്കുന്ന ആളുകൾക്ക് അസൂയയുണ്ടാവില്ല. വ ഖല്ല ഫറഹുഹു, അയാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവില്ല. മരണത്തെ ഓർത്ത് ജീവിക്കുന്നവരാളെ സംബന്ധിച്ചിടത്തോളം വൈരാഗ്യമോ പ്രതികാരമോ വെറുപ്പോ വാശിയോ അസൂയയോ ഒന്നും അയാളുടെ മനസ്സിലുണ്ടാവില്ല. വൈകുന്നേരം മരിക്കുന്ന ഞാൻ എന്തിന് ആരോട് പിണങ്ങണമെന്ന ചിന്തയാ ഉണ്ടാവുക. വൈകുന്നേരം പിണങ്ങുന്ന ഒരാൾ ഞാൻ എന്തിന് ആരോട് പിണങ്ങണമെന്ന ചിന്തയാ ഉണ്ടാവുക. അതുകൊണ്ട് മരണത്തിന് തയ്യാറാവുക എന്നൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോ എങ്ങനെയാണ് മരണത്തിന് തയ്യാറാവേണ്ടത്? എങ്ങനെയാണ് മരണത്തിന് തയ്യാറാവേണ്ടത്? ഒന്നാമതായി മരണത്തിന് തയ്യാറാവുന്ന നമ്മൾക്ക് അല്ലാഹു നൽകുന്ന ഒരു പ്രത്യേകതയുണ്ട്. മരണത്തെ ഓർക്കുന്ന നമ്മൾക്ക് അല്ലാഹു നൽകുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? നിരന്തരമായി ഞാൻ മരിക്കുമെന്നുള്ള ചിന്തയോടെ, ഇത് വയസ്സന്മാർക്ക് മാത്രം ഉണ്ടാവേണ്ട ഒരു പ്രത്യേകതയല്ല. ഞാൻ മരിക്കുമെന്നുള്ളൊരു ചിന്ത വയസ്സന്മാർക്ക് മാത്രം ഉണ്ടാവേണ്ട ഒരു പ്രത്യേകതയല്ല. പിന്നെയോ, ഞാൻ മരിക്കുമെന്നുള്ള ചിന്തയുണ്ടാവേണ്ടത് എല്ലാ 15 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ മരണത്തെ ഓർക്കണമെന്നില്ല. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഒരാൾ അവസാനം എന്തു ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു തആല അയാളുടെ പാരത്രിക ലോകത്തെ തീരുമാനിക്കുന്നത്. അവസാനം എന്തു ചെയ്തു, നീ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എന്തു ചെയ്തു എന്നാണ് അല്ലാഹു നോക്കുക. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എന്തു ചെയ്തു എന്നാണ് അല്ലാഹു നോക്കുന്നത്. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, അപ്പൊ നീ രാത്രി ഉറങ്ങുമ്പോൾ മരിച്ചു. രാത്രി ഉറക്കിലുള്ള മരണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുമ്പോൾ നീ മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് നിന്റെ കാമുകയോട് സംസാരിച്ചു, വീഡിയോ കോൺഫറൻസ് എടുത്തു.
കാമുകന്മാരോട് സംസാരിച്ചു. അതേപോലെ കള്ളൊക്കെ കുടിച്ചിട്ട് വന്നതാ, വ്യഭിചരിച്ചിട്ട് വന്നതാ, കണ്ണുകൊണ്ട് ഹറാമ് ചെയ്തിട്ട് കിടന്നുറങ്ങി. ആ ഉറക്കൽ അങ്ങോട്ട് മരിച്ചു. നിന്റെ കാര്യം അങ്ങനെ ഉറങ്ങാൻ ആർക്ക് കഴിയും? മരണത്തെ ഓർമ്മയില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഉറക്കം വരുള്ളൂ. എന്നാൽ മരണത്തെ ഓർക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവേ എന്റെ ഭാഗത്ത് തെറ്റുവന്നു പോയി, നീ മാപ്പ് തരണേ അല്ലാഹ്, ഇനി മേലാൽ ഞാനത് ആവർത്തിക്കൂല എന്ന തൗബ ചെയ്തിട്ട്, അല്ലാഹുവേ എന്റെ ഭാഗത്ത് തെറ്റുവന്നു പോയി, ഒന്ന് തൗബ സ്വീകരിക്കാനുള്ള മാനദണ്ഡം 3 എണ്ണമാണ്. അല്ലാഹുവേ എന്റെ ഭാഗത്ത് തെറ്റുവന്നു പോയി, തെറ്റാണെന്ന് സമ്മതിക്കുക, കുറ്റബോധം ഉണ്ടാവുക, ഞാൻ ചെയ്തത് തെറ്റാണ് റബ്ബേ, എനിക്കതിൽ കുറ്റബോധമുണ്ട്, ഇനി ഞാൻ ആവർത്തിക്കില്ല റബ്ബേ. 2, ഇനി മേലാൽ ഞാനിത് ആവർത്തിക്കില്ല എന്ന് നാവ് കൊണ്ടല്ല മനസ്സുകൊണ്ട് പറയണം. നാവ് കൊണ്ട് പറയാൻ ആർക്കും കഴിയാം, നാവ് കൊണ്ടല്ല മനസ്സുകൊണ്ട് പറയണം, അല്ലാഹുവേ ഞാൻ ഇനി മേലാൽ ഇത് ആവർത്തിക്കൂല. 3ാമത്തെ വിഷയം പറയുന്നത്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. എന്ത് തെറ്റാണോ നീ ചെയ്യുന്നത്, ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. ഈ 3 കാര്യങ്ങൾ തെറ്റിൽ നിന്ന് മാറി നിന്ന് ചെയ്തു പോയ തെറ്റിലുള്ള കുറ്റബോധത്തോടുകൂടെ ഇനി മേലാൽ ആവർത്തിക്കൂല എന്ന ഉറപ്പോടുകൂടി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അയാള് തെറ്റു ചെയ്യാത്തവനെ പോലെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പിന്നെ അയാൾ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ഇത് അല്ലാഹുമായി ഇടപെടുന്ന വിഷയം. മനുഷ്യനെ പറഞ്ഞല്ലോ, അത് മനുഷ്യനോട് തന്നെ തീർക്കണം. അത് അല്ലാഹു എടുത്തിട്ട് ഒരു കാര്യമില്ല, അത് മനുഷ്യനോട് തന്നെ തീർക്കണം. അതുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് രാത്രി മരിക്കും, നാളെ സുബഹിക്ക് മുമ്പ് മരിക്കും, നാളെ മഗ്‌രിബിന് മുമ്പ് മരിക്കും എന്നുള്ള ചിന്തയുണ്ടായാൽ തഅജീലു തൗബ, എന്ത് തെറ്റ് ചെയ്താലും ഉടനെ പടച്ചോൻ എനിക്ക് പുറത്തു തരണം. തെറ്റ് ചെയ്യും, മനുഷ്യന് സ്വാഭാവികമാണ്. തെറ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് തൗബ എന്ന വാതിൽ അല്ലാഹു നമുക്ക് തുറന്നു തന്നത്. മനുഷ്യൻ തെറ്റ് ചെയ്യാൻ തീരെ പാടില്ലെങ്കിൽ പിന്നെ തൗബ എന്ന ഓപ്ഷൻ തന്നെ അല്ലാഹു കൊടുക്കൂല. മനസ്സിലായോ? തെറ്റ് ചെയ്യാനേ പാടില്ലെങ്കിൽ പിന്നെ അത് തൗബ കൊടുക്കും. തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടും തെറ്റ് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് തൗബ എന്ന കവാടം കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ തൗബ എന്ന വസ്തു അല്ലാഹു ഉണ്ടാകൂല. തെറ്റ് ചെയ്തതിനൊക്കെ പിടിച്ച് ചുറ്റി നരകത്തിലേക്ക് എറിയും. അല്ലാഹു അറിയാം തെറ്റ് സംഭവിക്കും, അതുകൊണ്ട് തൗബ കൊടുക്കും. തെറ്റ് സംഭവിക്കും. അതുകൊണ്ട് തെറ്റ് സംഭവിക്കുന്ന ഒരാൾ മരണത്തെ ഓർക്കുന്നവനാണെങ്കിൽ തഅജീലു തൗബ, അയാൾ തെറ്റ് വരുന്നതിനനുസരിച്ച് തൗബ ചെയ്തുകൊണ്ടേയിരിക്കും. തെറ്റ് വന്നാൽ ഉടനെ തന്നെ നന്മ ചെയ്ത തെറ്റിനെ മായ്ച്ചു കളയണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റുകളെ നന്മകൾ കൊണ്ട് മായ്ച്ചു കളയണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വഖനാഅത്തുൽ ഖൽബി, തെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തൃപ്തിയുണ്ടാകും, സംതൃപ്തിയുണ്ടാകും. എന്ത് കിട്ടിയാലും തികയാത്ത ചിന്താഗതി ഉണ്ടാവില്ല. എത്ര വലിയ വീടെടുത്താലും ചില ആളുകൾ പക്ഷേ കുറച്ച് ചെറുതായി പോയല്ലോ, എന്തായാലും ചെറുതായി എന്ന് പറയാൻ കാരണം അയാളുടെ വീട് 10,000 സ്ക്വയർ ഫീറ്റ് ആണ്, ഏകദേശം 4 കോടി ചെലവാക്കിയിട്ടുണ്ട്. അയാൾ പിന്നെ അയാളുടെ ചങ്ങാതിരി വീടുണ്ടാക്കി അവിടെ പോയി വന്ന് തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം. എന്റെ വീട്ടിൽ രസമില്ലല്ലോ, അയാളുടെ വീട്ടിലുള്ള ഇറ്റാലിയൻ മാർബിൾ, അയാളുടെ വീട്ടിലുള്ള ഇന്റർലോക്ക്, എന്റെ വീട് ഇത്ര മോശമായി പോയി. ഖനാഅത്തുൽ ഖൽബ് ഉണ്ടാവില്ല മരണത്തെ ഓർക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഖനാഅത്തുൽ ഖൽബ് ഉണ്ടാകും മരണത്തെ ഓർക്കുന്നവൻ. അവന്റെ വീട് ഒരു റൂമാണ്, ആ റൂമിൽ ഒരു സ്റ്റുഡിയോ റൂമാണ്, അതിലൊരു കിച്ചൺ ഉണ്ട്, അതിലൊരു ഹാളുണ്ട്, അതിലൊരു ബെഡ്റൂം ഉണ്ട്. സ്റ്റുഡിയോ റൂം എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ സ്റ്റുഡിയോ റൂം എന്ന് പറഞ്ഞാൽ എന്താ, കിച്ചണും ബെഡ്റൂമും ഒക്കെ ഒന്ന് തന്നെ. എന്നാൽ ചില ആളുകൾക്ക് സ്യൂട്ട് ഉണ്ടാവും. സ്യൂട്ട് മീൻസ് ഒരു ഹാൾ ഉണ്ടാകും, അതേപോലെ ഒരു ബെഡ്റൂം, അതേപോലെ ഒരു കിച്ചൺ. അതേ ഉള്ളൂ. അത് ഗൾഫിലുള്ള യാത്ര സംഭവമല്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെറിയ വീടുകളുള്ള ആളുകളില്ലേ, ചെറിയ വീടുകൾ, അയാൾക്ക് ഭയങ്കര സന്തോഷം. ഇത് മതി, മരിക്കാൻ പോകുന്ന എനിക്ക് എന്തിന് ഇത്ര വലിയ വീടിനാണ് ചിന്തിക്കുക. ഖനാഅത്തുൽ ഖൽബ്, ഹൃദയത്തിന് തൃപ്തി ഉണ്ടാവും. മരിക്കാൻ പോകുന്ന എനിക്ക് 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടായിട്ട് എന്താ കാര്യം എന്നാണ് ചിന്തിക്കുന്നത്. മരണത്തെ ഓർക്കുന്ന ആൾ തൃപ്തി ഉണ്ടാവും. ഇനി 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് ഒരാളെടുത്തു, അയാൾക്ക് മരണത്തെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ അയാൾക്ക് തൃപ്തി ഉണ്ടാവും. മാഷാ അല്ലാഹ്, എനിക്ക് ഇത്ര നല്ല വീട് അല്ലാഹു തന്നില്ലേ, ഇതിനേക്കാളും വലുത് എന്ത് എനിക്ക് അല്ലാഹു തരേണ്ടത്, അയാൾക്ക് തൃപ്തി ഉണ്ടാവും. മരണത്തെ ഓർക്കുന്നവനാണെങ്കിൽ, ഓർക്കാത്തവനാണെങ്കിൽ 10,000 അല്ല 1,00,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടെടുത്താലും അയാൾ സാറ്റിസ്ഫൈഡ് ആവൂല. അയാൾക്ക് എന്നും ടെൻഷൻ ആയിരിക്കും. 1,00,000 സ്ക്വയർ ഫീറ്റിന്റെ വീടെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വീടിന്റെ നിർമ്മാണത്തിലുള്ളവരുണ്ട്. പക്ഷെ മരണത്തെ ഓർമ്മയില്ലെങ്കിൽ അവർക്ക് അതിലും തൃപ്തി ഉണ്ടാവില്ല.
പിന്നെ പറഞ്ഞു ഖനാഅത്തുൽ ഖൽബി വനശാത്തുൽ ഇബാദ, നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടൂല. മരണത്തെ ഓർക്കുന്ന ഒരാൾക്ക് നിസ്കാരത്തിൽ നല്ല ആവേശമുണ്ടാകും. അസ്ർ നിസ്കരിക്കാൻ ഞാൻ മഗ്‌രിബിന് മുമ്പ് മരിക്കുമല്ലോ എന്ന ഒരു സൂചന കിട്ടിയാൽ നിസ്കാരത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാവില്ല. സുബഹി നിസ്കരിക്കാൻ ഞാൻ ളുഹറിന് മുമ്പ് മരിച്ചാലോ എന്ന പേടിയുണ്ടെങ്കിൽ ളുഹർ നല്ല കോൺസെൻട്രേഷൻ കിട്ടൂലേ. അപ്പൊ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും, ഇബാദത്തിന് ശ്രദ്ധ ഉണ്ടാവും, ഖുശൂ ഉണ്ടാവും. ഇതൊന്നുമില്ല, മരണത്തെ ഓർക്കാത്ത ആളുകൾക്ക് ഇതൊന്നും ലഭിക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة. എത്ര ഓടിപ്പോകാൻ ശ്രമിച്ചാലും, മരണത്തിൽ നിന്ന് എത്ര ഓടാൻ ശ്രമിച്ചാലും, രക്ഷപ്പെടാൻ ശ്രമിച്ചാലും മരണം പിടികൂടുമെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുക. മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. മരിക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല. എന്തായാലും മരിക്കുമല്ലോ. മരിക്കാതെ ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിയും? എപ്പോ മരിക്കും അറിയില്ല. അത് അള്ളാന്റെ അടുത്ത് അതിന്റെ വിവരമുള്ളത്. എപ്പോ മരിക്കും എന്നുള്ള വിവരം അള്ളാന്റെ അടുത്താണ്. അതുകൊണ്ട് നാളെ ഞാൻ മരിച്ചേക്കാം. മരണത്തിന് പ്രായം പ്രശ്നമില്ല, മരണത്തിന് രോഗമുണ്ടാവണമെന്നില്ല, മുടി നിരക്കണമെന്നില്ല, താടി നിരക്കണമെന്നില്ല. 18-കാരികൾ പനി പിടിച്ചു മരിച്ചു, 22-കാരൻ ഉറക്കിൽ മരിച്ചു. മരണത്തിന്റെ സൂചനയില്ല. പ്രത്യേകിച്ച് അവസാന കാലഘട്ടം വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പെട്ടെന്നുള്ള മരണം, യാതൊരു കാരണമില്ലാതെ പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പെട്ടെന്ന് ആളുകൾ മരിച്ചു പോകും. ഇത് സത്യവിശ്വാസികളെ, നല്ലവരായ മരണത്തെ ഓർക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം റാഹത്തുൻ ലിൽ മുഅ്മിൻ, അയാൾക്കത് റാഹത്താണ്. പെട്ടെന്നുള്ള മരണം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റാഹത്തുൽ ലിൽ മുഅ്മിൻ, സത്യവിശ്വാസിക്ക് അത് റാഹത്താണ്, ആശ്വാസമാണ്. എന്തുകൊണ്ട്? തെറ്റ് വരുമ്പോൾ ഉടനെ തൗബ ചെയ്ത ആളാണ്, തെറ്റ് വന്ന ഉടനെ നന്മ ചെയ്തതിനെ മായ്ച്ചു കളഞ്ഞ ആളാണ്. അയാൾക്ക് മരണം വന്നാൽ റാഹത്താണ്. കാരണം അയാൾ അവസാനം ചെയ്തത് നന്മയാണ്. അല്ലാഹു അവസാനം എന്തു ചെയ്തു എന്നാണ്. എന്നാൽ ചമ്മാടികളെ സംബന്ധിച്ചിടത്തോളം അപകടമാണ്. കാരണം അയാൾ പെട്ടെന്ന് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അയാൾ തെറ്റാ ചെയ്തത്. അള്ളാഹു അവസാനം എന്ത് ചെയ്തു എന്നാ നോക്കുന്നത്. അതിനു മുമ്പ് അയാൾ ഖുർആൻ ഓതിയിട്ടുണ്ടാകും, പക്ഷെ ഖുർആൻ ഓതിയിട്ട് അയാൾ കള്ളു കുടിച്ച് മരിച്ചു. ആളുകാരെ കഷ്ടമാണ്. ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ, അവസാനം എന്ത് ചെയ്തു എന്ന് അല്ലാഹു നോക്കും. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത്? നമ്മൾ ജീവിക്കേണ്ടത് ഓരോ സമയവും നന്മകളിൽ